നമസ്കാരം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് നമ്മൾ പഴമൊഴിയായി പറയാറുണ്ട്. ആ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചത്തവനെ പോലെ പിണറായി വീട്ടിൽ കതകടച്ചിരിക്കുകയാണ്. ഒരാളും പിണറായിയെ ഇന്ന് പുറത്തേക്ക് കണ്ടിട്ടില്ല. ധർമ്മടത്തെ തൻ്റെ വീട്ടിൽ വിജയം ആഘോഷിക്കാനും അതിനുശേഷം നാളെ തിരുവനന്തപുരത്തേക്ക് വന്ന് ക്ലിഫ് ഹൗസിൽ വീണ്ടും ഉലാത്താനും ഇരുന്ന പിണറായി വിജയൻ ഒരു മനുഷ്യനും മുഖം കൊടുത്തിട്ടില്ല. പരാജയം വാതിൽക്കലെത്തിയിട്ടും പിണറായി അത് സമ്മതിക്കാതിരിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. പിണറായിയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളൊക്കെ പിണറായിയോട് പറഞ്ഞത് 75-76 സീറ്റ് ജയിക്കുമെന്നായിരുന്നു. പിണറായിയുടെ പകയ്ക്ക് ഇടയ്ക്കൊന്നിരയായി സസ്പെൻഷനായി പിന്നീട് പോയി കാലിൽ പിടിച്ച് ഇൻ്റലിജൻസ് മേധാവിയായി നിയമിക്കപ്പെട്ട പി വിജയൻ എന്ന IPS ഓഫീസർ, അദ്ദേഹം പിണറായിക്ക് കൊടുത്ത റിപ്പോർട്ട് 75 സീറ്റിൽ ജയിക്കുമെന്നായിരുന്നു. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പിണറായി തന്നെ വീണ്ടും ചവിട്ടി വീഴ്ത്തുമോ എന്ന് ഭയന്നുള്ള ഒരു വ്യാജ റിപ്പോർട്ട്. നാടുനീളെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ചുകാർ, നാടുനീളെയുള്ള ഇൻ്റലിജൻസുകാർ പിണറായിയോട് പറഞ്ഞു, ഇതാ നമ്മൾ ജയിക്കാൻ പോകുന്നുവെന്ന്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അഥവാ ജയിച്ചാൽ തങ്ങൾക്ക് പണിയാകും എന്ന് ഭയന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നുണ പറഞ്ഞതിൻ്റെ ഫലം അനുഭവിക്കുകയാണ് പിണറായി വിജയൻ. ഈ പരാജയത്തിൻ്റെ കാരണം എന്തെന്ന് പിണറായിക്കോ സഖാക്കൾക്കോ ഇതുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സഖാക്കളൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു. അവർ ആകപ്പാട് പ്രതീക്ഷിച്ചിരുന്നത് ഇവിടെ ഇസ്ലാമിക ഭരണം വരാൻ പോകുന്നു, ലീഗിന്റെ നേതൃത്വത്തിൽ ന്യൂനപക്ഷ ധ്രുവീകരണം സംഭവിച്ചു, അതുകൊണ്ട് തോറ്റു എന്ന് പറയാനാണ്. പക്ഷെ അവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് ന്യൂനപക്ഷ ധ്രുവീകരണത്തിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ സകല മനുഷ്യരും പിണറായിക്കെതിരെ ധ്രുവീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് സാക്ഷാൽ പിണറായി വിജയൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ ധർമ്മടത്ത് ആദ്യത്തെ 6 റൗണ്ടിൽ പിന്നിൽ പോയത്? ഞാൻ ഈ വീഡിയോ ചെയ്തു കഴിയുമ്പോഴേക്കും ധർമ്മടത്തെ ഫലം പുറത്തു വരുമായിരിക്കും. പിണറായിയുടെ ഭൂരിപക്ഷം 10,000 വോട്ടിന് താഴെയാണെന്ന് ഓർക്കണം. 10,000 വോട്ടിന് താഴെ മാത്രം സ്വന്തം നാട്ടിൽ ഭൂരിപക്ഷം നേടി ജയിക്കാൻ വിധിക്കപ്പെട്ട പിണറായി വിജയിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സ്വന്തം വീട്ടിലെയും നാട്ടിലെയും തൻ്റെ പരിചയക്കാർക്കിടയിലെയും പൾസ് പോലും തിരിച്ചറിയാൻ കഴിയാതെ സകലരാലും വെറുക്കപ്പെട്ട് പിണറായി പുറത്തേക്ക് പോകുമ്പോൾ ന്യൂനപക്ഷ ധ്രുവീകരണം എന്ന് പറയരുത്. അത് ന്യൂനപക്ഷ ധ്രുവീകരണമല്ല. ഈ നാട്ടിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും മാത്രമല്ല, പിണറായിയുടെ പാർട്ടിയുടെ അംഗത്വം എടുത്തിരിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സഖാക്കളും വോട്ട് ചെയ്തു പിണറായിക്കെതിരെ. ധർമ്മടത്ത് മാത്രമല്ല, കേരളം മുഴുവൻ അവർ സ്വന്തം പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തു. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒക്കെ ഉള്ളവർ വോട്ട് ചെയ്തു എന്നതിന്റെ തെളിവാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് പാർട്ടിയിലെ പ്രാദേശികമായി മാത്രം അറിയുന്ന കുഞ്ഞികൃഷ്ണൻ എന്നൊരു നേതാവ് CPM കുത്തകയായി വെച്ചിരുന്ന പയ്യന്നൂരിൽ ജയിച്ചു കയറിയത്? പയ്യന്നൂരിൽ 1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിച്ചു എന്നറിഞ്ഞാൽ പോലും ഞെട്ടേണ്ടതാണ്. 7,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി കുഞ്ഞികൃഷ്ണൻ എന്ന സാധുവായ മനുഷ്യൻ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ജീർണതകൾക്കെതിരെ പ്രതികരിച്ച്, രക്തസാക്ഷി ഫണ്ട് പോലും അടിച്ചു മാറ്റുന്ന നേതാക്കൾക്കെതിരെ പ്രതികരിച്ച് പുറത്തായ, അത് തുറന്നു പറഞ്ഞതിന് പേരിൽ വീട് ആക്രമിക്കപ്പെട്ട, ജീവന് ഭീഷണി ഉയർന്ന കുഞ്ഞികൃഷ്ണൻ ജയിച്ചത്. കുഞ്ഞികൃഷ്ണന് വേണ്ടി മധുസൂദനെതിരെ വോട്ട് ചെയ്തത് സഖാക്കളായിരുന്നു. പയ്യന്നൂർ എന്ന് പറയുന്ന മണ്ഡലത്തിന് കീഴിൽ വരുന്ന പാർട്ടി ഗ്രാമങ്ങളിലെ ആത്മാർത്ഥതയുള്ള സഖാക്കൾ അവരുടെ ധാർമ്മിക രോഷം നെഞ്ചിൻ കൂട്ടിൽ ചേർത്ത് വെച്ചുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ അവരുടെ സഖാവിന് വോട്ട് ചെയ്തു. യഥാർത്ഥ സഖാവ് കുഞ്ഞികൃഷ്ണനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. തൊട്ടപ്പുറത്ത് തളിപ്പറമ്പിൽ ജെയിംസ് മാത്യു എന്ന CPM നേതാവ് 50,000 വോട്ടിനാണ് 2016 ജയിച്ചത്. 2021 MV ഗോവിന്ദൻ എന്ന മുതിർന്ന നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ജയിച്ചത് 25,000 വോട്ടിനെ. എന്നാൽ ഇത് അവിടെ TK ഗോവിന്ദൻ എന്നു പേരുള്ള പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ച് പുറത്താക്കപ്പെട്ട ഒരു പ്രാദേശിക സഖാവ് 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു. പയ്യന്നൂരും തളിപ്പറമ്പും CPM തോൽക്കുക, അതും ഇന്നലെ വരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടിയുടെ അഴിമതിക്കെതിരെ പ്രതികരിച്ചു പുറത്താക്കപ്പെട്ട സഖാക്കളാൽ തോൽക്കുക, ഇത് ന്യൂനപക്ഷ ധ്രുവീകരണം മൂലമാണോ? ഒരിക്കലുമല്ല. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ പിണറായിയും അദ്ദേഹത്തിന്റെ കുടുംബവും കാര്യസാധ്യത്തിന് വേണ്ടി പിടിച്ചു വെച്ചിരിക്കുന്ന ചിലരും ചേർന്ന് ഹൈജാക്ക് ചെയ്തപ്പോൾ മനം നൊന്ത് നെഞ്ചു പൊട്ടി നല്ല സഖാക്കൾ വോട്ട് ചെയ്ത് പുറത്താക്കിയതാണ്. CPMന്റെ കോട്ട മുഴുവൻ ഇടിച്ച് തകർത്ത് താഴേക്ക് തരിപ്പണമാക്കി കളഞ്ഞത് പാർട്ടി സഖാക്കളാണ്. അവർ മുസ്ലിമുകൾ മാത്രമല്ല, പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന സഖാക്കൾ. വർഗശത്രുവിന്റെ പാളയത്തിലേക്ക് അവർ വോട്ട് കുത്തിയിരിക്കുന്നു. എന്തിനേറെ തളിപ്പറമ്പിനെ കുറിച്ചും പയ്യന്നൂരിനെ കുറിച്ചും പറയുന്നു.
കല്യാശ്ശേരിയിലും മട്ടന്നൂരിലും സംഭവിച്ചത് എന്താണ്? 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം തികയ്ക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. 65,000 എന്ന ഞെട്ടിക്കുന്ന ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ ജയിച്ച മട്ടന്നൂരിൽ 20,000-ലേക്ക് എത്താൻ CPIM എന്ന പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും ഒരു വിമതനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ ജയം അവർക്ക് കിട്ടുമായിരുന്നു. നെഞ്ചു പൊട്ടിയാണ് സഖാക്കൾ എതിർപ്പാളയത്തിലേക്ക് വോട്ട് ചെയ്തത്. ഈ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ ജി സുധാകരനോട് നിങ്ങൾ ചെയ്തത് എന്തൊരു ചതിയാണ്. പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥമായി തന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ജി സുധാകരനെ കുലം കുത്തി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് അപമാനിച്ച് ഇറക്കി വിട്ടു. ജി സുധാകരൻ വിജയം കൈവരിച്ചിരിക്കുന്നത് ഏതാണ്ട് 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ജി സുധാകരനെ നിങ്ങൾ പുറത്താക്കിയപ്പോൾ തൊട്ടടുത്തുള്ള കായംകുളത്തും കുട്ടനാടും ആലപ്പുഴയിലുമൊക്കെ CPM-ന്റെ കോട്ടകൾ തകർന്നു വീണു. കണ്ണൂരിലെയും ആലപ്പുഴയിലെയും കോട്ടകൾ മാത്രമല്ല, കൊല്ലത്തെയും കോഴിക്കോടെയും CPM കോട്ടകൾ നെടുകെ പിളർന്നു. ഈ പിളർപ്പിന് കാരണം മുസ്ലിം ധ്രുവീകരണമല്ല, ന്യൂനപക്ഷ ധ്രുവീകരണമല്ല, നന്മയെ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ നല്ല സഖാക്കളുടെ ധ്രുവീകരണമാണ്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ പോയാൽ ഇല്ലാതായി പോകും എന്ന് ഭയന്ന് ആ പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ നല്ല സഖാക്കൾ നടത്തിയ യുദ്ധത്തിന്റെ ഫലമാണ്. എന്തു ക്ഷമിച്ചാലും എന്തു മറന്നാലും സാധാരണ മനുഷ്യർ മറക്കാത്ത ഒരു വികാരമുണ്ട്: അഹങ്കാരം, ധാർഷ്ട്യം. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ബാക്കി വെച്ചത് ധാർഷ്ട്യവും അഹങ്കാരവും മാത്രമായിരുന്നു. ആ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനുമേറ്റ തിരിച്ചടിയാണ് പിണറായി പോലും പരാജിതനായി വിജയിച്ചത്. CPM കോട്ടകൾ തച്ചുടയ്ക്കപ്പെട്ടത്. പയ്യന്നൂരും തളിപ്പറമ്പും നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയത്. CPM-ന്റെ കോട്ടക്കൊത്തളങ്ങൾ പിടിച്ചുകുലുക്കിയത് ന്യൂനപക്ഷങ്ങളല്ല, ഇവിടുത്തെ സഖാക്കളാണ്. അവർക്ക് പാർട്ടിയെ വേണം. ആ പാർട്ടി തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോകുന്നു. പിണറായിയുടെ ധാർഷ്ട്യവും ആഡംബര ജീവിതവും അഴിമതിയും അഹങ്കാരവും അതിനെ ചേർത്ത് പിടിക്കുന്ന PP ദിവ്യമാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും കണ്ട് മനം നൊന്ത് നെഞ്ചു പൊട്ടി സഖാക്കൾ വോട്ട് ചെയ്തതാണ്. തിരിച്ചറിയുക, CPIM എന്നത് ഒരു തൊഴിലാളി പാർട്ടിയാണ്. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള പാർട്ടിയാണ്. കളങ്കിത മുതലാളിമാരുടെ തോളിൽ കൈയിട്ട് ബാർ മുതലാളിമാരോടും പാറമട മാഫിയോടും പണം വാങ്ങി ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി അത്യാഡംബര ഹോട്ടലുകളിൽ ആനന്ദിച്ചുല്ലസിച്ച് ജീവിക്കുന്ന പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും പാർട്ടിയല്ല, ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പാർട്ടിയാണ്. പാർട്ടി കോട്ടകൾ മുഴുവൻ തകർത്തെറിഞ്ഞ് CPM-നെ പാഠം പഠിപ്പിച്ചത്, അതിന്റെ അടിവേര് പോലും മാന്തി ചുട്ടുകളയാൻ തീരുമാനിച്ചത് ഇവിടുത്തെ സഖാക്കളാണ്. നിങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുന്നു. നിങ്ങളുടെ ധാർഷ്ട്യവും അഹങ്കാരവും നിങ്ങൾക്ക് വിനയായിരിക്കുന്നു. ഇത് തുറന്നു പറഞ്ഞ എന്നെ പോലെയുള്ളവരെ വേട്ടയാടി ഇല്ലാതാക്കാൻ നിങ്ങൾ സൈബർ ഗുണ്ടകളെ ഇറക്കി വിട്ടും പോലീസിനെ പേടിപ്പിച്ച് നടത്തിയ എല്ലാ നീക്കങ്ങളും ഇല്ലാതായിരിക്കുന്നു. ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു. കേരളത്തിലേക്ക് വീണ്ടും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു കടന്നു വരുന്നു.